അമ്മേ, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. മരുന്ന് കഴിക്കുന്നതല്ലാതെ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് നാളായല്ലോ. ഒന്ന് കാണാന്ന് വെച്ച് പോയതാ. ഡോക്ടർ എന്ത് പറഞ്ഞമ്മ? അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തവരൊക്കെ എന്തിനാ അമ്മയുടെ സുഖവിവരം അന്വേഷിക്കുന്നേ? നീ എന്തൊക്കെ അനാവശ്യമായി പറയണേ? അനാവശ്യോ? എന്താ അനാവശ്യം? ഞാൻ ഇന്ന് ഇവിടെ നടന്ന കാര്യം പറഞ്ഞേ. എന്താണ് ഇവിടെ? ആ, ഏട്ടൻ വന്നത് നന്നായി. അമ്മ ആദ്യം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇവരെയാ വിളിച്ചത്. മോഹനേട്ടൻ വാങ്ങിത്തന്ന വണ്ടിയിൽ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇവർ പറഞ്ഞു. അപ്പോഴാ ഞാൻ കൊണ്ടുപോയത്. ഒന്നും മതിയാക്കടി, നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. നിങ്ങളെന്താ ഞാൻ പറഞ്ഞ വിശ്വസിക്കാത്തെ? ഞാൻ പറഞ്ഞ കള്ളാണെന്ന് ഇവര് രണ്ടുപേരും പറയട്ടെ. അഞ്ചു പറഞ്ഞ സത്യമാണോ? എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ആരെങ്കിലും കൂടെ വരണം എന്നല്ലേ ഉള്ളൂ. അത് അഞ്ചു വന്നല്ലോ, ഇങ്ങനെ കൂടി വിട്. അമ്മ, ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ ഇവൾക്ക് മേടിച്ചു കൊടുത്ത സ്കൂട്ടറിൽ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഇല്ലയോ? നീ നിന്റെ കാര്യം നോക്കും. കണ്ടല്ലോ, അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മറന്നത് കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ കള്ളം പറഞ്ഞല്ലാന്ന്? നിങ്ങളുടെ നന്മ വരായ ഏട്ടത്തെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. എൻ്റെ ഭാര്യ എന്നെ തോപ്പിക്കാൻ വേണ്ടി ഒരു മഹത്തായ കാര്യം ചെയ്തു. എടാ പ്രകാശ, നിന്റെ ഏട്ടത്തെ നമ്മുടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്ന്. അതെന്താ ഏട്ടത്തി അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നത്? അതിൻ്റെ ഉത്തരം നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞാലേ ഇവിടെ രണ്ട് കാറും കാണില്ല. പിന്നെ ഇവിടെ ആകപ്പാടുള്ളത് ഞാൻ മേടിച്ചു കൊടുത്ത സ്കൂട്ടറാ. അത് ഉപയോഗിക്കില്ലല്ലോ. അത് ഈ കേരള എന്നുള്ള വാശിയിലാണല്ലോ. എടാ നിങ്ങളത് വിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലുതാക്കല്ലേ. ഞാനത് വിട്ട് ഇനി ഞാനായിട്ടൊന്നും മിണ്ടുന്നില്ല. ഞാനിവിടെ സംസാരിച്ച് ഞാനായിട്ടിവിടെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കണമെന്ന് പറയുമോ? നീ ജോലി കഴിഞ്ഞ് വന്നതല്ലേ, ചെല്ലേ നീ നിന്റെ കാര്യം പോയി നോക്ക്. അതെ, അമ്മേനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഇവിടെ ഈ വീട്ടിൽ ഈ സംഭവം ഉണ്ടായേന്, ഇവളീ ചെയ്തു കൂട്ടിയേന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ അവൾ ഈ വീട്ടിൽ നിന്ന് അടിച്ച് ഞാൻ പുറത്താക്കേണ്ടതായിരുന്നു. പിന്നെ ഞാൻ പുറത്താക്കി കഴിഞ്ഞാലേ അമ്മ പറയുമല്ലോ ഇത് അമ്മയുടെ വീടാണ്, ഇത് അമ്മക്ക് അവകാശപ്പെട്ട വീടാണ് എന്ന് പറഞ്ഞോണ്ടേ ഇവളെ വീണ്ടും ഈ വീട്ടിലോട്ട് തിരിച്ച് കയറ്റും. എടാ, നിന്റെ ഭാര്യയാണ് ഇത് ചെയ്തത്, നീ ക്ഷമിക്കോ? പറയണ, നീ ക്ഷമിക്കോ? ഞാനങ്ങനെ ചെയ്യില്ലേട്ടാ. അത്ര കണ്ണിച്ചോരയില്ലാത്ത ഒറ്റയൊന്നുമല്ല ഞാൻ. അമ്മ പോയി റെസ്റ്റ് എടുക്കാമ്മ. എന്തെങ്കിലും ഉണ്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഏട്ടത്തി, കരിയാണോ? അല്ല, എന്താ പ്രകാശ? ഏട്ടത്തിക്ക് എന്താ പറ്റിയത്? അമ്മ ഹോസ്പിറ്റലിൽ വിളിച്ച് കൂടെ പോയില്ലെങ്കിൽ ഏട്ടത്തിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഏട്ടത്തി ചുമ്മാ പറയല്ലേ. 10-15 വർഷമായി ഏട്ടത്തിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഏട്ടത്തിന് മുഖം മാറി എനിക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ.
പറവാണിയമ്മ, നമുക്ക് പരിഹരിക്കാം. ഒരു പ്രശ്നമില്ലാന്ന് ഞാൻ കള്ളം പറയുന്നില്ല. പക്ഷെ ഇപ്പം അതെന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല. സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം പ്രകാശ്. ശരി ഏട്ടത്തി, ഞാൻ നിർബന്ധിക്കുന്നില്ല. മാളൂനെ കാണാതായതും എക്സാം മുടങ്ങിയതെല്ലാം ഏട്ടത്തിൻ്റെ ഡെസ്പാക്കിന്ന് മനസ്സിലായി. അതൊന്നും അല്ല പ്രകാശ, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം. പക്ഷെ ഇപ്പോഴല്ല, പിന്നീട്. വാദേവ്, നമുക്ക് പോവാം. ഏട്ടത്തി ഒന്നും പറയില്ല. ഓക്കെ, പ്രശ്നം പറയാനാകുമ്പോ വിളിച്ചാ മതി. അവണി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പറ്റില്ല. എനിക്കിപ്പോൾ നിങ്ങളെ കാണാൻ പറ്റുന്ന അവസ്ഥയിലൊന്നുമല്ല. നീ വന്നില്ലെങ്കിൽ അന്ന് വന്ന പോലെ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും. വെറുതെ എന്തിനാ നിന്റെ മോൻ എൻ്റെ നിഴൽ കണ്ട് വീട് നിലവിളിക്കുന്നേ? അബി, അപ്പൊ നിങ്ങളാണോ ഒന്ന് വന്നത്? വീട് വരണമെന്നും എപ്പോൾ വരണമെന്നും ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പിന്നെ എനിക്ക് കുറച്ച് കാശ് വേണം. എന്റെ കൈ കാശൊന്നും ഇല്ല. തിരുവിടാറുള്ള അക്കൗണ്ട് ഇട്ടാൽ മതി. അഞ്ചു, നീ ഇത് നോക്കിക്കാണ്. ആവണി, എന്താ മാ? നീ ഇതെന്താ ചെയ്തോണ്ടിരിക്കണത്? ആ കയ്യിലിരുന്നതേ കത്തിയാണ്. മുഖത്താണേ നല്ല ദേഷ്യവും. അത് എന്നോടാണോ അമ്മയോടാണോ ദേഷ്യം എന്ന് അറിയില്ലല്ലോ. ആ കത്തി വെച്ചൊരു കുത്ത് തന്നിരുന്നെങ്കിലോ? നീ ഒന്ന് വെറുതെ ഇരിക്കാൻ അഞ്ചു, അവളൊന്നും ചെയ്യാൻ പോണില്ല. അമ്മ എന്താ ചിന്തിക്കുന്നേ? നിന്റെ സുധന്റെ നമ്പർ ഉണ്ടോ? ആ ഉണ്ട്. അവരൊന്ന് വിളിച്ചിട്ട് എനിക്ക് അവരെ കാണണമെന്ന് പറയോ? എന്തിനമ്മ? നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ നമ്പർ ഇങ്ങോട്ട് തന്നെ, ഞാൻ വിളിച്ചോളാം. വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അഞ്ജു, അഞ്ജു, ആ സുധ ചേച്ചി. എന്താ അഞ്ജു അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. മിക്കവാറും ഏട്ടത്തിയുടെ കാര്യമായിരിക്കും. ആവണിയുടെ കാര്യമോ? ആവണിയുടെ എന്താ കാര്യം? എനിക്കറിഞ്ഞൂടാ. ഫുൾ കള്ളത്തരല്ലേ. ഇനി വല്ല കള്ളത്തരവും പിടിച്ചു കാണും. ആ സുധ, എന്താ അമ്മ കാണണമെന്ന് പറഞ്ഞേ? അഞ്ജു, നിനക്ക് പണിയൊന്നുമില്ലേ? ഞാൻ ഫ്രീ അമ്മ. എനിക്ക് സുധനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഓ പറഞ്ഞോ. അല്ല, സുധനോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ പോണല്ലേ? പോണം. ഞാൻ ഇപ്പഴാ ഓർത്തെ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ടേ. ശരി, പണി നടക്കട്ടെ. സുധ എന്നോട് കള്ളം പറയില്ല എന്ന വിശ്വാസത്തിലാണ് ഞാനത് സുധനോട് ചോദിക്കുന്നത്.
കുറച്ച് ദിവസമായിട്ട് ആവണി നല്ല വിഷമത്തിലാണ്. അത് പരീക്ഷ എഴുതാൻ പറ്റാത്തതിന്റെ അല്ല സുധ, ഞാൻ ഇന്ന് ആവണിയെ കണ്ടത് പരീക്ഷ എഴുതാൻ പറ്റാത്തതിന്റെ വിഷമമായിട്ടല്ല. ആവണി എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്നിൽ നിന്ന്. അതിനമ്മ എനിക്ക് അറിയില്ല എന്ന് മാത്രം പറയരുത്. സുധയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആവണിയുടെ എല്ലാ കാര്യത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് സുധയാണ്. അവൾ എല്ലാ കാര്യത്തിനും ആദ്യം വിളിക്കുന്നതും അമ്പിളിനെയും സുധയുമാണ്. മാത്രമല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറി നിന്ന് കുറേ നേരം സംസാരിക്കുന്നതൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് സുധ. പറ, എന്താണ് പ്രശ്നം? എന്താണ് അവൾക്ക് ഇത്ര സങ്കടം? അതമ്മ എന്തോ വലിയ രഹസ്യമാണെന്ന് എനിക്കറിയാം. സുധക്ക് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്നും എനിക്കറിയാം. എത്ര സമയം എടുത്തിട്ടാണെങ്കിലും സുധ പറഞ്ഞിട്ടേ ഇന്ന് ഇവിടുന്ന് പോകുന്നുള്ളൂ. കയ്യിൽ കത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ആവണിയുടെ മുഖം ദേ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കത്തിയൊക്കെ പിടിച്ചു നിന്നോ? അതെ, അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട്. അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തായാലും എനിക്കത് പരിഹരിക്കണം. എന്താണ് അവളുടെ പ്രശ്നം സുധ, പറ. ആവണെവിടെ അമ്മ? ആവണി റൂമിലുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ താഴോട്ട് വരാറ് പോലും ഇല്ല. ഞാൻ ആവണയോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ വന്ന് അമ്മേനെ കാണാം. ശരി. ശരി, ഞാൻ കണ്ടിട്ട് വരാം. ആവണി, ചേച്ചി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താ ചേച്ചി? അമ്മ വിളിച്ചിട്ടാ ഞാൻ വന്നേ. നിന്റെ പ്രശ്നം എന്തോന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്നാ പുള്ളിക്കാരി പറഞ്ഞേക്കുന്നേ. നീ കത്തിയൊക്കെ പിടിച്ച് നിന്ന് കേട്ടു. എന്തുവാ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൊച്ചേ. ഒന്നുമില്ല ചേച്ചി, ഞാനെന്തോ ആലോചിച്ച് തന്നതാ, അല്ലാതെ വേറൊന്നുമില്ല. ആവണി, നിന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളല്ലേ? നിനക്ക് പരീക്ഷ എഴുതാ, കുഞ്ഞുണ്ടാവാൻ പോന്നു, പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നേ? ഇനി മോഹൻ അന്ന് പറഞ്ഞതാണ് നിന്റെ പ്രശ്നമെങ്കിൽ അങ്ങേര് അത് മനസ്സിലാക്കി വന്ന് ക്ഷമയൊക്കെ പറഞ്ഞില്ലേ? അങ്ങേര് നമുക്ക് നന്നാക്കാൻ പറ്റും. കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം നമുക്ക്. ആവണി, നിനക്കിതല്ലാതെ വേറെ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല ചേച്ചി, ടെൻഷൻ അടിച്ചതാ. എനിക്കിതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ആവണി, നീ ആയിട്ട് ടെൻഷൻ അടിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കി വെക്കല്ലേ. ഡിപ്രഷനൊക്കെ ആയിപ്പോയാൽ പിന്നെ വലിയ പാടാ. ഇല്ല ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മയോട് എന്താ പറയാൻ പോന്നെ? ഞാനും അതാ ആലോചിക്കുന്നത്. കുഞ്ഞിന്റെ കാര്യം തൽക്കാലം പറയണ്ട. തീരെ നിവൃത്തിയില്ലെങ്കിൽ എക്സാമിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അഞ്ചു അറിയാതെ പറയണം. ആവണി, ഞാൻ ഈ സ്കൂളിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരാളാ. അവരെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വലിയവരെന്തെങ്കിലും മറച്ചാലും എനിക്ക് മനസ്സിലാവും. ഞാനൊന്നും മറിക്കുന്നില്ല ചേച്ചി. നമുക്ക് എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. നിന്നെ അലട്ടുന്ന പ്രശ്നം കുഞ്ഞോ പരീക്ഷയോ ഒന്നുമല്ല. അതെന്തായാലും എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം നീ കണ്ടെത്തിയേ പറ്റുള്ളൂ. എനിക്കങ്ങോട്ട് വരാവോ? വാ അമ്മ. ഞാൻ താഴേക്ക് വരാൻ തുടങ്ങുമായിരുന്നമ്മ. എന്തായി, സംസാരിച്ചു കഴിഞ്ഞോ? അമ്മ, ആവണിക്ക് അടുത്തയാഴ്ച ഒരു PSC എക്സാം ഉണ്ട്. ഒരു കാരണവശാലും മോഹനും അഞ്ജു ഇത് അറിയരുത്. അതന്നെ അവളുടെ ടെൻഷൻ. അവരറിയോ, അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് നടക്കുവോ അവള്. നീ ഒരു ജോലി വാങ്ങാൻ നിന്നെപ്പോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ. നീ ടെൻഷനൊന്നും അടിക്കണ്ട. അതുവരെ ഇതൊന്നും ആരും ഇവിടെ അറിയണ്ട കേട്ടോ. നീ നന്നായിട്ട് പഠിക്കുക. കേട്ടല്ലോ, ഇതിനാണ് നീ വെറുതെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്. ഒരു ടെൻഷനും വേണ്ട. നീ എല്ലാ കാര്യവും വേണ്ട പോലെ ചെയ്യും. ബാക്കിയെല്ലാം ശരിയാവും കേട്ടോ. ഇപ്പോഴെങ്കിലും ആ മുഖത്ത് സന്തോഷം ഒന്ന് വരട്ടെ.
വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മ എവിടെ? കണ്ടില്ലേട്ടാ, ഇങ്ങോട്ട് വന്നില്ല. അകത്തെവിടെയെങ്കിലും കാണും. ആ ശരി. ഏട്ടാ, കാര്യം എന്താണെന്ന് അറിയില്ല. അമ്മ ഇന്ന് സുധ ചേച്ചിയെ വിളിച്ചു വരുത്തി. ആദ്യം കുറെ നേരം ഒറ്റയ്ക്ക് സംസാരിച്ചു. അത് കഴിഞ്ഞ് റൂമിൽ പോയി സംസാരിച്ചു. അവരെന്താ സംസാരിച്ചേ? എന്നെ പരിസരത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. പിന്നെ ഞാനെങ്ങനെ അറിയും? അവര് വളരെ രഹസ്യമായിട്ട് സംസാരിച്ചേ. ഈ വീട്ടിൽ മൊത്തം നിഗൂഢതയാണല്ലോ അഞ്ജു. ഒന്നും ഒരു പിടുത്തം കിട്ടണില്ല. വക്കീല് വിചാരിച്ചിട്ടൊന്നും നടന്നില്ലേ? ആ ബെസ്റ്റ് വക്കീലിന്റെ ഭാര്യയില്ലേ സുധാമണി, ഫുൾ ടൈം എപ്പം നോക്കിയാലും ഈ കങ്കാര് കുഞ്ഞിനെ കൊണ്ടു നടക്കണമല്ലോ, കൊണ്ടു നടക്കുകയല്ലേ. പിന്നെ എങ്ങനെ? അത് മാത്രമോ, ഒന്ന് ഫോൺ വിളിച്ചാൽ കിട്ടും, ഫുൾ ടൈം സ്വിച്ച് ഓഫില് കോൾ കിട്ടിയതുള്ളൂ. അപ്പൊ എല്ലാരും ചേർന്നാണ് പ്ലാനിങ്. ഞാനും ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്. എന്ത് പ്ലാനിങ്? അതൊക്കെ ഉണ്ട്. വർക്കൗട്ട് ആയാ പറയാം. അതെ, എനിക്ക് വെറുതെ തോന്നിയൊരു സംശയമാണ്. ഈ സുധാമണിയും ആവണിയും തമ്മിൽ അടുത്തത് ഈ ജോലിയുടെ കാര്യത്തിലാണ്. അതുപോലെ ഈ അമ്മയും ആവണിയുടെ കൂടെ അടുക്കാനുള്ള കാരണവും ഈ ജോലിയുടെ കാര്യമാണ്. അപ്പം എനിക്ക് തോന്നണതേ, ഇനിയിപ്പം ഞാനെങ്ങാനും അറിയാതെ ഇവളീ PSC പരീക്ഷ എഴുതാനുള്ള വല്ല പ്ലാനിങ് ഇതിൻ്റെ ഇടയിലൊരു നടക്കണുണ്ടോ? ഏജ് ഓവറാവെന്ന് പറഞ്ഞില്ലേ? അതിനി 2 മാസം കിടക്കല്ലേ. അപ്പ ഏട്ടൻ പറഞ്ഞതിലും സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ അറിയും? അതറിയാനുള്ള ഒരു വഴി എൻ്റെ കയ്യിലുണ്ട്. അമ്മേ, അമ്മ എനിക്ക് ഇപ്പോ സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കി തരുന്നില്ല. നിനക്ക് എന്ത് സ്പെഷ്യൽ ഫുഡാണ് വേണ്ടേ? ഏതെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. ശരി, നിനക്ക് ഇന്ന് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി തന്നേക്കാം. പോരെ? എന്താ ചാ? ഒന്നുമില്ല. ആവണി, ഓ എന്നോട് ഇപ്പോഴും ദേഷ്യമായിരിക്കും അല്ലേ? അച്ഛൻ വഴക്കുണ്ടാക്കാൻ വന്നാ? ഞാൻ വഴക്കുണ്ടാക്കലൊക്കെ നിർത്തി. ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? നിന്റെ അമ്മയുടെ അടുത്ത PX എക്സാമിന്റെ ഡേറ്റ് എന്നറിയാൻ വേണ്ടി വന്നതാ. ഭയങ്കര രഹസ്യമായി പോയല്ലോ ആവണി. ഇതുകൊണ്ടാണോ നിന്റെ സുധച്ചേച്ചി മാറാതെ ഇവിടെ കിടക്കുന്നത്? അച്ഛനടുത്ത് ആര് പറഞ്ഞു അമ്മയ്ക്ക് എക്സാം ഉണ്ടെന്ന്? എടാ, സ്വന്തം ഭാര്യയ്ക്ക് ഒരു എക്സാം ഉണ്ടായിട്ട് അതറിഞ്ഞില്ലെങ്കിൽ ആ ഭർത്താവ് എന്ത് ഭർത്താവാടാ? ഡാ, നിന്റെ അമ്മ നാണം കൊണ്ടാണാ എൻ്റെ മുഖത്ത് നോക്കാത്ത? അവണി, പരീക്ഷയുടെ ഡേറ്റ് നീ ആയിട്ട് പറയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ പരീക്ഷ അല്ലേ? ഏട്ടാ, അല്ല എക്സാം തന്നെയാണോന്ന്? എക്സാം ആണെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു ഞെട്ടലുമില്ല. ഇത് വേറെ എന്തോ ആണ്. പഠിച്ച കള്ളിയാ, അത്ര പെട്ടെന്നൊന്നും പിടിതരില്ല. കള്ളിയാ? ആര് കള്ളി? അല്ല, ഏട്ടത്തി പിടിതരില്ല എന്ന് ഞാൻ പറയായിരുന്നു. അത് നമുക്ക് കണ്ടുപിടിക്കാം.
ഹലോ, അയാൾ അറിഞ്ഞു ചേച്ചി പരീക്ഷയുടെ കാര്യം. ആര്? മോഹനോ? ആ ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ആ, നീ ഒന്നും പറയണ്ട. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാഞ്ഞിട്ട് അങ്ങനെ വെടികൊണ്ട പോലെ നടക്കുകയല്ലേ. എന്തെങ്കിലും ഒരു പിടിവെള്ളി കിട്ടാനായിട്ട് അങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാ. നീ അതിന് പിടി കൊടുക്കല്ലേ. ഇനി ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? അറിയട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? നിനക്ക് പരീക്ഷ എഴുതിയാ പോരെ. ഇനി ഇതൊക്കെ ആരറിഞ്ഞാലും നീ പരീക്ഷ എഴുതിയിരിക്കും. അല്ല, പെട്ടെന്ന് കേട്ടപ്പോ ടെൻഷനായി കാണുമല്ലേ. നീ ടെൻഷൻ അടിക്കാൻ നിക്കല്ലേ. ടെൻഷൻ അടിച്ച് വയറ്റിലുള്ള കുഞ്ഞിന് കുഴപ്പമൊന്നും വരുത്തി വെക്കരുത്. ശരി ചേച്ചി. ആ ശരി എന്നാ. ഹലോ, എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. ഇപ്പോഴോ? പറ്റില്ല. പറ്റണം. അവണി, ഞാൻ നിന്റെ വീടിനടുത്തുള്ള തെങ്ങുന്തോപ്പിലുണ്ട്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കുറച്ചു നേരം ഞാൻ ഒന്ന് കാത്തു നിൽക്കും. നീ വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് കയറി വരും. കഴിഞ്ഞ തവണത്തെ പോലെ ജനല ഭാഗത്ത് വരില്ല, മേട്ടൂർ കൂടി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എത്രയും വേഗം വരണം.